യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന മലപ്പുറം കോളേജിലെ മുൻ പ്രിൻസിപ്പളുമായ ഡോക്ടർ കെ ദാമോദരൻ സാറാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വവും ബഹുമാനപൂർവ്വവും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാഫല്യം സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുന്നത് മലപ്പുറത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതാവും CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിയുമായ EN മോഹൻദാസ് മാഷാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേത്രദാന സമ്മതപത്രം ഏറ്റുവാങ്ങുന്നത് MES മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മുബാരക് സാനി അവരുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടന ചടങ്ങാണ് നമ്മളിവിടെ ആദ്യമായി നടത്തുന്നത്. ആ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മോനം മാഷെ സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ ഈ ക്ഷണിക്കുകയാണ്. ആ മഹത്തായ മലബാറിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ ഒരു തുടർച്ചയും വളർച്ചയുമാണ് ഷെൽട്ടർ എന്ന് പറയുന്നതിൽ ഒരു പിശുക്കും കാണിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വികസിതമായ ഒരു ഹാപ്പിനെസ് സെന്ററിൽ ജീവിക്കാനും അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ അവസരമുള്ള ഭാഗ്യവാന്മാരാണ് ഇവിടെ ആദരിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ. അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും അവരുടെ ഭാവി ജീവിതത്തിന് നേരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല അവരുടെ ജീവിതത്തിലും എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് മിടുക്കന്മാരെയും മിടുക്കികളെയും ഒരിക്കൽ കൂടി അനുമതിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. സ്കോളർഷിപ്പ് വിതരണത്തിന് തുടക്കം കുറിക്കുകയാണ്. ഓരോ സബ് ജില്ലയിലെയും ഇവിടെ 4 സബ് ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ആ 4 സബ് ജില്ലയിലും ഓരോ കുട്ടിക്ക് വീതം കൊടുത്തുകൊണ്ടാണ് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ മറ്റു കുട്ടികൾക്ക് വിതരണത്തിന് BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് സ്നേഹയെ സ്കോളർഷിപ്പ് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാം. മങ്കട ഉപജില്ലയിൽ നിന്ന് സുധീഷ് PK, സൺ ഓഫ് സുബ്രഹ്മണ്യൻ PK. ഇദ്ദേഹം BTech വിദ്യാർത്ഥിയാണ്. പാർന്ന് സുധീഷിനെ ക്ഷണിക്കുക. മലപ്പുറം ഉപജില്ലയിലെ ഫാത്തിമ റഷ M, ഡോക്ടർ അബ്ദുൽ ഹക്കീം, മലപ്പുറം സ്വദേശിയാണ്. റഷയെ സ്കോളർഷിപ്പ് സ്വീകരിക്കുന്നതിന് വേണ്ടി സ്നേഹപുരസ്സരം ക്ഷണിക്കുക. കൊണ്ടോട്ടി ഉപജില്ലയിൽ നിന്നും PDS വിദ്യാർത്ഥിയായ അലിഷ P, ഡോക്ടർ ഓഫ് വിജയൻ. അലിഷയെ സ്കോളർഷിപ്പ് സ്വീകരിക്കുന്നതിന് വേണ്ടി സ്നേഹപുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കും. മറ്റ് വിദ്യാർത്ഥികൾക്ക് അല്പസമയത്തിന് ശേഷം നമ്മുടെ ചടങ്ങ് ഇടയിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. നമ്മുടെ പരിപാടി തുടരുക. സാഫല്യം സ്കോളർഷിപ്പ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്നും പ്രിൻസിപ്പളായിട്ട് വിരമിച്ചിട്ടുള്ള ശ്രീ ദാമോദരൻ മാഷാണ്. കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGCTA സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗമാണ്. പെരിന്തൽമണ്ണ അർബൻ കോർപ്പറേറ്റീവ് ബാങ്ക് വൈസ് ചെയർമാൻ കൂടിയാണ് മാഷെ ഹൃദയപൂർവ്വം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് അധ്യക്ഷ നാൻസി ടീച്ചർ, വേദിയിലിരിക്കുന്നത് എല്ലാവരും പരിചിതമുള്ളവരും വളരെ കാലം ഒന്നിച്ച് പ്രവർത്തിച്ച സുഹൃത്തുക്കളുമാണ്. പ്രോസ്പെക്ടസിൽ നോക്കിക്കഴിഞ്ഞാൽ 12 BCom ഉണ്ടായിരുന്നു. അപ്പോൾ 12 BCom കണ്ടിട്ട് ഞങ്ങൾക്ക് കേട്ടിരുന്നു 12 BCom. പക്ഷെ 12 BComന്റെ കാലഘട്ടവും കഴിഞ്ഞ് ഇപ്പൊ കേരളത്തിലെ സർക്കാർ കോളേജുകളിൽ തന്നെ BComന് ചെയ്യുന്നൊരു കുട്ടിക്ക് ഇപ്പോൾ നിങ്ങൾ അവസാനത്തെ ചർച്ചകൾക്ക് ശേഷം മോളെ BComന് ചേർക്കാൻ തീരുമാനിച്ച കുട്ടി BComന് ചെല്ലുമ്പോൾ BComനകത്ത് ഒരുപാട് വഴികളുണ്ട് ഇതിനകത്ത്, അല്ലേ? ഇപ്പോൾ BCom തന്നെ നിങ്ങൾക്ക് സിംഗിൾ മെയിൻ BCom എടുക്കാം, ഡബിൾ മെയിൻ BCom എടുക്കാം, മേജർ BCom വിത്ത് മേജർ ആൻഡ് മൈനർ, മേജർ വിത്ത് മൈനർ എടുക്കാം, മൾട്ടി ഡിസിപ്ലിനറി മേജർ എടുക്കാം, വൊക്കേഷണൽ മേജർ എടുക്കാം. അങ്ങനെ പറയുന്ന നിരവധി BCom നമ്മുടെ മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെ തുടക്കത്തിൽ AI സഹായം തേടാമെങ്കിൽ പോലും
കൺക്ലൂഷന് അതിൻ്റെ സഹായം തേടരുത് എന്നുള്ളതൊക്കെയാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം പുതിയ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായ സംഗതികൾ ഏറ്റെടുക്കാനും അതിൽ എൻഗേജ്ഡ് ആവാനും ഉള്ള പ്രവണത പൊതുവിൽ കുറഞ്ഞു വരികയാണ്. നിങ്ങളൊക്കെ ഈ ജില്ലയിലെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ ചെന്ന് പതിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഏത് കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഈ ധാരണയിൽ നിന്നുകൊണ്ട് വലിയ അധ്വാനം നടത്താൻ, ഏത് സങ്കീർണമായ സംഗതികളെയും ക്രാക്ക് ചെയ്യാൻ മാനസികമായി തയ്യാറെടുത്തുകൊണ്ട് വേണം ക്യാമ്പസുകളിൽ നിലയുറപ്പിക്കാൻ എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ഷെൽട്ടറിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. വിശദീകരണം നടത്തുന്നത് ഷെൽട്ടറിന്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള MK ശ്രീധരൻ മാഷാണ്. നേരത്തെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ശ്രീ എൻ മോഹൻദാസ് സൂചിപ്പിച്ചതുപോലെ പുതിയ കേരളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നവകേരളത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ദരിദ്ര ഇല്ലാത്ത കേരളത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും എല്ലാവരുടെയും ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ തങ്ങളാലാകുന്നത് നമുക്ക് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഷെൽട്ടറിന്റെ ഈ സതുദ്യമത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഭാവിയിലും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും മറ്റുള്ളവർ കൂടി സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. നേതൃദാന സമ്മതപത്രം ഏറ്റുവാങ്ങൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റാണ് നമ്മുടെ ഷെൽട്ടർ. നേത്രദാനം മഹാദാനം എന്നാണ് പറയുക. ഈ ലോകത്തെ ഒരിക്കലെങ്കിലും കാണുവാൻ ഭാഗ്യം ലഭിക്കാത്ത ലക്ഷക്കണക്കിന് പേർ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ഉദ്യമത്തിൽ ഏർപ്പെടാൻ നമ്മുടെ ഷെൽട്ടറിന് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെയാണ് കാണുന്നത്. ഇന്ന് നമ്മുടെ അതിനുശേഷം ഈ സമ്മതദാന പത്രങ്ങൾ സമർപ്പിക്കുന്നത് നമ്മുടെ പാലിയേറ്റീവ് ചുമതലയിലുള്ള ഷെൽട്ടറിന്റെ പാലിയേറ്റീവ് ചുമതലയുള്ള PN ശോഭന ടീച്ചർ ഷെൽട്ടറിന്റെ ജില്ലാ ഭാരവാഹി കൂടിയാണ്. അവരെയും ഇത് സമർപ്പണത്തിനായിട്ട് സ്വീകരിക്കുകയാണ്. അതിനു മുന്നേ ആദ്യമായിട്ട് ഡോക്ടർ മുബാരക് സാനി നമ്മളോട് സംസാരിക്കും. അതിനുശേഷം കണ്ടിട്ടുള്ള ഒട്ടേറെ അധ്യാപകർ, ആ അധ്യാപകർ ഷെൽട്ടർ എന്നുള്ള രൂപത്തിൽ ഇന്ന് ക്ലാസ് മുറികൾക്കും സ്കൂളുകൾക്കും അപ്പുറത്തേക്ക് വികസിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. കാരണം കുട്ടികൾ തന്റെ മുമ്പിൽ വരുമ്പോൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിന് തന്നെ നല്ല മാതൃക കാണിക്കുക, സമൂഹത്തിന് തന്നെ മൊത്തത്തിലുള്ള ഒരു ചിന്തയും മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന വലിയൊരു വിദ്യാഭ്യാസ പരിപാടിയാണ് ഈ ഷെൽട്ടർ എന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിനകത്ത് കേരളം പോലും വലിയ മെച്ചമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വൻതോതിൽ ഇത് നടത്താനുള്ള കേന്ദ്രങ്ങളോ ഐ ബാങ്കുകള്, ഐ ട്രാൻസ്പ്ലാന്റ് നടത്തുന്ന സംവിധാനങ്ങൾ വേണ്ടത്ര നമ്മുടെ നാട്ടിൽ വികസിച്ചിട്ടില്ല. അതിനൊരു കാരണം നമ്മള് മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതായിരിക്കും. അല്ല, പുനർജന്മത്തിൽ അവിടെ ചെല്ലുമ്പോൾ രണ്ടാമത്തെ ജന്മത്തിൽ കണ്ണു കാണാതെ ആയിപ്പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആളുകൾ ആലോചിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് അത് നടക്കുന്നു. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അവന്റെ ഈ വിശ്വാസങ്ങളെ ധാർമ്മികമായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഏറ്റവും സ്നേഹം അവതരിപ്പിക്കുമ്പോഴാണ്, മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുമ്പോഴാണ് സ്വർഗം കിട്ടുക. ഈ പ്രവർത്തനത്തിൽ ഒരിക്കൽ കൂടി എല്ലാവിധ വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമ്മതപത്രം കൈമാറലാണ്. ഇവിടെ 4 സബ് ജില്ലകളിലെ നേത്രദാന സമ്മതപത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഇതേപോലെ തിരൂരിലും മഞ്ചേരിയിലും ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെയും ഇത്തരത്തിൽ നേത്രദാന സമ്മതദാന പത്രം നമ്മൾ കൈമാറുന്നുണ്ട്. നമുക്ക് ചടങ്ങിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. നേത്രദാന സമ്മതപത്രം സ്വീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മുബാരക് സാനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മലപ്പുറം സബ് ജില്ലയ്ക്ക് വേണ്ടി നേത്രദാന സമ്മതപത്രം കൈമാറുന്നതിന് വേണ്ടി സെക്രട്ടറി ശ്രീ O വേലായുധ മാഷ് ക്ഷണിക്കുന്നു.
വിശാൽ കെ MBBS വിദ്യാർത്ഥിയാണ്. ഡോക്ടർ പെരിന്തൽമണ്ണ ഉപജില്ലയിൽ നിന്ന് സ്വാദിഷ് കൃഷ്ണ കെ MBBS വിദ്യാർത്ഥിയാണ്. മങ്കട ഉപജില്ലയിൽ നിന്ന് അശ്വതി പി. ഡോക്ടർ കൃഷ്ണൻ വെളിയില സ്വദേശിയാണ്. അശ്വതിയെ സ്കോളർഷിപ്പ് സ്വീകരിക്കുന്നതിന് വേണ്ടി അശ്വതിക്ക് വേണ്ടി നമ്മുടെ ഈ അധ്യാപക കൂട്ടായ്മ തുടക്കം ആദ്യം ഒരു കുട്ടിക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകിയിരുന്നതെങ്കിൽ ഇന്ന് ഏകദേശം 114 കുട്ടികൾക്കാണ് ജില്ലയുടെ 3 വ്യത്യസ്ത മേഖലകളിൽ വെച്ച് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ സ്കോളർഷിപ്പ് ലഭ്യമായിട്ടുള്ള കുട്ടികൾ തുടർന്നുള്ള പഠനങ്ങൾ കഴിഞ്ഞതിന് ശേഷം സമൂഹത്തിന് ഗുണപ്രദമാകുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്താൻ കഴിയട്ടെ. അതിലുപരി നമ്മുടെ ഈ പ്രസ്ഥാനത്തോടുള്ള കടമ കൂടി മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. മാതൃക സൃഷ്ടിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ മാതൃകൾ സൃഷ്ടിച്ചുകൊണ്ട് ഷെൽട്ടർ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും അതോടൊപ്പം തന്നെ ഈ മുന്നിലിരിക്കുന്ന മക്കൾ എല്ലാവരും തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിക്കൊണ്ട് സമൂഹത്തിൽ തങ്ങളുടേതായിട്ടുള്ള നേരായ ഇടപെടലുകൾ നടത്താൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അധ്യാപക മേഖലയിൽ ഇതുപോലെയുള്ള കൂട്ടായ്മ വരുമ്പോൾ മറ്റ് സർവീസ് മേഖലയിലൊക്കെ ഇത്തരം കൂട്ടായ്മകൾ വരും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നമ്മളൊക്കെ തന്നെ പഠിച്ചു വലിയവരാകും. നാളെയും എൻ്റെ പിറകിൽ ഇതുപോലെയുള്ള കുട്ടികൾ ഉണ്ടാകും എന്ന ഒരു ബോധ്യമുണ്ടായി നല്ല മനുഷ്യരായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇതിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും അവരിതിന് പ്രാപ്തരാക്കിയ രക്ഷിതാക്കളെയും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഷെൽട്ടർ എന്ന സംഘടനയെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കുട്ടികളെ മാതൃകകൾ രൂപപ്പെടുന്നത് ചെറുതിൽ നിന്നാണ്. നിങ്ങൾക്കും പുതിയ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ. ഷെൽട്ടറിന് ഇനിയും മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഉണ്ടാകും. നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. കുട്ടികൾക്ക് വീണ്ടും നല്ല ഭാവി, ഈ സമൂഹത്തിനും നല്ല ഭാവി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. അഭിവാദ്യങ്ങൾ. നിങ്ങൾ നടന്ന വഴികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനും എല്ലാ വിധത്തിലുള്ള ആശംസകൾ അർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി. സമൂഹത്തിന് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ലഭിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാനുള്ള ഒരു മനസ്സോടുകൂടി നിങ്ങൾക്ക് വളർന്നു വരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. ഇതുപോലെ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നല്ല സ്ഥിതിയിലെത്തുമ്പോൾ വിവിധ രംഗങ്ങളിൽ ശോഭിക്കുമ്പോൾ നമ്മൾ നേരത്തെ ശശിമാഷൊക്കെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ സമൂഹത്തിനോട് തിരിഞ്ഞു നോക്കാൻ കഷ്ടപ്പെടുന്ന മറ്റാളുകളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ മനുഷ്യത്വമുള്ളവരുമായിട്ട് മാറാനും നമുക്കും കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. 3 കേന്ദ്രങ്ങളിലായിട്ട് നടത്തുന്ന നമ്മുടെ ഈ പരിപാടി, ഇതിന്റെ മലപ്പുറം സെന്ററിലെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് എല്ലാവിധ ഭാവി ജീവിതവും ഉള്ളത്. ഈ ക്ലാസ്സുകളും കാര്യങ്ങളും കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറേ ഉയരാനുണ്ട്, കയറാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടങ്ങളിലേക്ക് എത്താൻ, ഉന്നതങ്ങളിൽ എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഷെൽട്ടറിന്റെ മലപ്പുറം സബ് ജില്ലയുടെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. മികച്ച ഒരു ഭാവി എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര എന്നാണ്. പെരിന്തൽമണ്ണയിലാണ് വീട്. പഠിക്കുന്നത് പാലക്കാട് യൂണിവേഴ്സിറ്റി സെന്റർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്റർ കൊടുവായൂർ. BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്.
അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ നന്ദിയാണ് എല്ലാവരോടും പറയാനുള്ളത്. ഞാനിത് 3ാമത്തെ തവണയാണ് സ്കോളർഷിപ്പ് വാങ്ങുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ഷെൽട്ടറിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും സ്നേഹം, ഹൃദയം നിറഞ്ഞ നന്ദി. ഇപ്പോൾ ടീച്ചേഴ്സും മാഷന്മാരൊക്കെ പറഞ്ഞ പോലെ ഒരു വളർന്നു വരുന്ന അധ്യാപിക എന്ന നിലയിൽ ഇതൊരു വലിയൊരു മാതൃകാപരമായ ഒരു സംരംഭം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാവിയിൽ ഇതുപോലെ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സംരംഭത്തിൽ പങ്കാളികളാകാൻ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക, ഒരു ഭാഗത്ത് നിന്ന് വലിയൊരു നന്ദി എല്ലാവർക്കും അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് അലിഷ. ഞാൻ പള്ളിക്കൽ ബസാർ എന്നാണ് വരുന്നത്. ഞാൻ BBSc ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. ഇത് എൻ്റെ 4ാമത്തെ തവണയാണ് ഈ ഷെൽട്ടർ കൂട്ടായ്മയിൽ സ്കോളർഷിപ്പ് വാങ്ങുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കാനും സംസാരിക്കാനും പറ്റിയതിൽ. പിന്നെ ഞാനിപ്പോൾ എന്നെ പഠിപ്പിച്ച 2 സാറുമാർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വാർഡിൻ്റെ മുൻ മെമ്പറായിട്ടുള്ള സാർ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മ എല്ലാവർക്കും, പിന്നെ ഇവിടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. എൻ്റെ പേര് ബിന്ദു എന്നാണ്. എൻ്റെ മകന് MBBS പഠിക്കുകയാണ്. വയനാട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ ടീച്ചർ പറഞ്ഞു, കുട്ടികൾ വളർന്നു വരുമ്പോൾ പിറകിലുള്ളവരെ കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു താങ്ങാവാൻ കഴിയണം എന്ന് പറഞ്ഞു. നമ്മളെ കുട്ടികൾക്ക് അതിനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അബിൻദാസ് കെ. അടുത്തത് അബിൻദാസ് കെ. സ്കോളർഷിപ്പ് നൽകുന്നത് ഫൗസിയ ടീച്ചർ. സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് KV ബാലകൃഷ്ണൻ മാഷ്. ജമീല ടി. അടുത്തത് മോഹനകൃഷ്ണൻ TV. അദ്ദേഹമാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. മോഹനകൃഷ്ണൻ TV. വിഷ്ണു പ്രസാദ് MBBS പേഴ്സണാലിറ്റിക്ക് സ്കോളർഷിപ്പ് നൽകുന്ന MBBS വിദ്യാർത്ഥിയാണ്. ജാനകി ടീച്ചറെ ക്ഷണിക്കുകയാണ്. ജാനകി കൊടുക്കുന്നു. അടുത്തത് ഫർഹാന ടി. BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഫർസാന ടി. BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. MK ശ്രീധരൻ മാഷ് സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കൃഷ്ണശിവൻ സി. സൺ ഓഫ് ശിവദാസൻ ടീച്ചറിന് വേണ്ടി ക്ഷണിക്കുന്നു. പെരിന്തൽമണ്ണ ഉപജില്ലയിലെ സ്കോളർഷിപ്പുകളാണ് വിതരണം ചെയ്തത്. അടുത്തത് അഞ്ജന UP. BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. വിജിത്താണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഷിനാസ് ബീഗം CP. അടുത്ത BA ആർക്കിടെക്ചർ വിദ്യാർത്ഥിയാണ്. ഷിനാസ് ബീഗം. കൊണ്ടോട്ടിയിലെ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ മാസ്റ്റർ. MBBS വിദ്യാർത്ഥിയായ അനുശ്രീ TV. വരുന്നത് ആതിര FP. BEd വിദ്യാർത്ഥിയാണ്. സ്കോളർഷിപ്പ് ടീച്ചർ നൽകും. പെരിന്തൽമണ്ണയിലെ അശ്വിനി CT. പെരിന്തൽമണ്ണ ഉപജില്ലാ സെക്രട്ടറി സുധാകുമാരി ടീച്ചറെ ക്ഷണിക്കുകയാണ്. അശ്വിനി CT BEd വിദ്യാർത്ഥിയാണ്. സുധാകുമാരി ടീച്ചറെ സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കും. ഹഫീസ നൂറിൻ MBBS വിദ്യാർത്ഥിയാണ്. പെരിന്തൽമണ്ണയിൽ ഹഫീസ നൂറിൻ. ഇവർക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് വിശ്വംഭരൻ മാഷ്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം വിശ്വംഭരൻ മാഷെ സാദരം ക്ഷണിക്കുന്നു. ജിൽഷ PR. രുക്മിണി ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. ഈ സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി രുക്മിണി ടീച്ചറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഷഹബ VK. ടീച്ചറെ ഷഹബ സാദിഖ് അലി MT. BA LLB വിദ്യാർത്ഥിയാണ്. സാദിഖ് അലി MTക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് രാജൻ മാഷ്.
നിവിൻ സജിക്കുള്ള BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. അവർക്കുള്ള സ്കോളർഷിപ്പ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്നത്. രാഹുൽ മാനേജിനുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് കൗസല്യ ടീച്ചറാണ്. മങ്കട ഉപജില്ലയിലുള്ള സ്കോളർഷിപ്പ് ജേതാക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണമാണ്. ഹല കരിവള്ളി, ഹല കരിവേഷ്, പ്രേമാവതി ടീച്ചർ, മങ്കടയിലെ പ്രേമാവതി ടീച്ചർ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. അലില സുരേഷ്, BSc മൈക്രോബയോളജി വിദ്യാർത്ഥിയാണ്. അലിലയ്ക്ക് ഉപഹാരം സ്കോളർഷിപ്പ് നൽകുന്നത് പ്രേമാവതി ടീച്ചർ. ജഹാന തസ്തി, ഗണപതി മാഷെ ക്ഷണിക്കുന്നു. മങ്കട ജില്ലയിലെ ഉമ്മയാണ് വന്നിട്ടുള്ളത്. ഷെൽട്ടറിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് BK ശശിധരൻ മാഷാണ് ജഹാനയ്ക്കുള്ള ഉപഹാരം നൽകുന്നത്. പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള മുഴുവൻ വിദ്യാർത്ഥികളും, മുമ്പൊന്നുമില്ലാത്ത വിധം വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും വന്ന് സ്കോളർഷിപ്പ് എല്ലാവരും കൈപ്പറ്റിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി മാറ്റി വെച്ചിട്ടില്ല. വ്യത്യസ്തമായ സമീപനമാണ്. വളരെ സന്തോഷമുണ്ടായ കാര്യത്തിൽ ഒരു കാര്യം കൂടെ, മറ്റു കാര്യങ്ങൾ പ്രസിഡന്റ് പറയും, അധ്യക്ഷ പറയും. ഭക്ഷണം വീണ്ടും പറയും, 3ാമത്തെ തവണയാണ്. ഭക്ഷണം റെഡിയാണ്. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ഭക്ഷണം കഴിക്കാതെ ആരും പോകരുത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച മലപ്പുറം ഷെൽട്ടർ സബ് ജില്ലാ കൺവീനർ വേലായുധൻ മാസ്റ്റർ, ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച ഷെൽട്ടർ ജില്ലാ പ്രസിഡന്റ് നാൻസി ടീച്ചർ, ഇവർക്ക് ഷെൽട്ടർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ KK ദാമോദരൻ, അദ്ദേഹം ഗവൺമെന്റ് കോളേജിന്റെ, മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പലാണ്. അദ്ദേഹം പഠനാർഹമായ ഒരു ഉദ്ഘാടന പ്രസംഗമാണ് ഇവിടെ നടത്തിയത്. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. അദ്ദേഹത്തെ നശിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് ഇവിടെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്.